സ്നേഹമുള്ളവരെ, ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ഉപമയെക്കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള തിരുവചന ഭാഗം. നല്ല സമരിയാക്കാരൻ്റെ ഉപമ. വഴിയരികിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കുന്ന നല്ല സമരിയാക്കാരൻ. ഈ വഴി അപകടം പിടിച്ച വഴിയാണ്. ആ വഴിയിൽ മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി മുറിവേറ്റവരെന്ന നിലയിൽ കൊള്ളക്കാർ കിടന്നിരുന്നു. അങ്ങനെ ഒരുപാട് അപകടകരമായ സാധ്യതകൾ നിറഞ്ഞ കാര്യമായിരുന്നിട്ട് കൂടി ഈ സമരിയാക്കാരൻ താഴെ ഇറങ്ങി ഒറ്റപ്പെട്ട് നിന്നാൽ പോലും ആക്രമിക്കപ്പെടുമായിരുന്നു. എന്നിട്ട് ഈ മനുഷ്യനെ ശുശ്രൂഷിക്കുകയാണ്. അതുകൂടാതെ തൻ്റെ കഴുതയുടെ പുറത്ത് ഇരുത്തി കൊണ്ടുവന്ന് സത്രത്തിലാക്കിയിട്ട് 1 ദനാറ കൊടുത്തിട്ട് ഇനി അത് തികയാതെ പോയാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറയുന്ന കനിവ് നിറഞ്ഞ, കാരുണ്യം നിറഞ്ഞ, മനുഷ്യപ്പറ്റ് നിറഞ്ഞ വേറെ ഏത് ഉപമയാണുള്ളത്? അതുകൊണ്ടാണ് ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഉപമയാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ എന്ന് പറയുന്നത്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശപ്പെടുത്താൻ ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ നിയമജ്ഞൻ എന്ന് പറഞ്ഞാൽ നിയമത്തിൽ പ്രാവീണ്യം നേടിയവൻ. ഈ സാഹചര്യത്തിൽ പഴയ നിയമ പുസ്തകങ്ങളിൽ പ്രാവീണ്യം നേടിയവനാണ്. അവൻ ചോദിക്കുന്നത് ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്. ചോദിക്കുന്നത് ഇതാണ്: നിത്യജീവൻ നേടാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യമാണ്. അപ്പോൾ സ്വർഗരാജ്യം നേടാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ പ്രായോഗികമായിട്ടുള്ള ചോദ്യം ഇത് തന്നെയാണ്. നമ്മൾ ഇന്ന് നിത്യജീവൻ നേടാൻ ഉള്ള സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുന്നവരാണോ? നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ നമുക്കുണ്ടോ? അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? നമ്മുടെ പ്രസംഗങ്ങളിൽ പോലും നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് അധികം പറയുന്നുണ്ടോ? നമ്മുടെ കുട്ടികൾ, കഴിഞ്ഞ ദിവസം ഒരു അധ്യാപിക ഫോർവേഡ് ചെയ്തു തന്ന ഒരു മെസ്സേജാണ്. ആ മെസ്സേജിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ മതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒന്നും അത്ര താല്പര്യമില്ലാത്തവരാണത്രേ. എന്നാൽ അവർക്ക് ചില മതങ്ങളും വിശ്വാസങ്ങളും വേറെയുണ്ടത്രേ. അത് വേടൻ്റെ പാട്ട് പോലത്തെയൊക്കെ പാട്ട്, അതാണ് അവരുടെ മതം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അയച്ചു തരികയാണ്. അപ്പോൾ ഓർക്കുക, ചുറ്റുവട്ടത്ത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വേദപാഠമൊക്കെ പഠിപ്പിക്കുമ്പോഴൊക്കെ പോലും ഉറച്ച ബോധ്യങ്ങളിലേക്ക് വളരുന്ന തരത്തിൽ നമ്മുടെ യുവജന തലമുറ വരുന്നില്ല. ഞാൻ ഓർക്കുന്നത്, പണ്ട് ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു വികാരിച്ചൻ സങ്കടത്തോടെ പറഞ്ഞതാണ്: കുറച്ച് നാളായിട്ട് ഒരു യുവാവിനെ കാണുന്നില്ല പള്ളിയിൽ. പിന്നീട് അവൻ വരുമ്പോൾ ചോദിക്കുമ്പോൾ അവൻ പറയാണ്, അച്ഛാ, ഞാനിപ്പോൾ ഒരു എത്തയിസ്റ്റാണ്. ഇപ്പോൾ എസൻസ് ഗ്ലോബിലൊക്കെ പോലത്തെ ആ ചാനലുകളൊക്കെ കാണുന്ന മൈത്രേയൻ്റെ ചർച്ചകളിൽ കണ്ട് ഹർഷപുളകിതരാകുന്ന ആളുകളൊക്കെ ഒരുപാട് വരികയാണ്. ഞാൻ മൈത്രേയൻ്റെ ഒരു ആരാധകനാണെന്ന് ഒരു അധ്യാപകൻ പറഞ്ഞു എന്ന് മറ്റൊരു അധ്യാപകൻ പറയുകയാണ്. നോക്കുക, യാതൊരു യുക്തിയുമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന, നിരീശ്വരവാദം പറയുന്ന ഈ മൈത്രേയനെ പോലുള്ള ആളുകളുടെയൊക്കെ സ്വാധീനത്തിൽപ്പെട്ടു പോകുന്നവർ, വിശ്വാസമില്ലാതെ പോകുന്നവർ ഇന്ന് കൂടി വരികയാണ്. നമുക്ക് ഈ ഉപമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവനങ്ങനെ ചോദിക്കുമ്പോൾ ഈശോ തിരിച്ചു അവനോട് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്: നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? കാരണം ഇവൻ നിയമജ്ഞനാണല്ലോ. അപ്പോൾ ആ പഠിച്ച നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നിത്യജീവൻ അവകാശപ്പെടുത്താൻ? എന്നിട്ട് ഈശോ രണ്ടാമത് അതിനൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്: നീ എന്ത് വായിക്കുന്നു? നിയമത്തിൽ എഴുതിയിരിക്കുന്നതും വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുകൂടെ ഈശോ സൂചിപ്പിക്കുകയാണ്. പിന്നീട് ഈ ഉപമയിൽ ഈശോ പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അവൻ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അപ്പോൾ അവൻ നന്നായിട്ട് ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നീ അതുപോലെ ചെയ്യുക, നീ ജീവൻ പ്രാപിക്കും, നിനക്ക് സ്വർഗരാജ്യ പ്രാപ്തി ഉണ്ടാകും. അപ്പോൾ ലൂക്കാ സുവിശേഷം പറയുന്നു, അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് വീണ്ടും ചോദിച്ചു. എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചത് അങ്ങയെ പരീക്ഷിക്കാൻ വേണ്ടിയല്ല, സത്യസന്ധമാണ് എന്നൊക്കെ വരുത്താൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, ഗുരു, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആ ചോദ്യത്തിന് പക്ഷേ
ഈശോ നേരിട്ടൊരു മറുപടി പറയുന്നില്ല. അപ്പോഴാണ് ഈശോ ഈ ഉപമ പറയുന്നത്. ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ അങ്ങനെ പറയാനായിട്ട് കാരണം എന്താണെന്നറിയാവോ? അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ ഉറ്റവരുടെ ഗണത്തിൽ നിന്ന് മാറിയുള്ള ഒരാൾ, പക്ഷേ നമ്മളോട് ഉറ്റവർക്ക് തുല്യം സ്നേഹം പ്രകടിപ്പിക്കുന്നയാൾ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൾ, അതാണ് അയൽക്കാരൻ എന്ന് പറയുന്നത്. ഉറ്റവന് തുല്യം സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളാണ്. ഈശോ ഇവിടെ പറയുന്നത് അത് ആരുമാകാം, അത് നിന്റെ ശത്രു പോലുമാകാം. അപ്പോൾ അതുകൊണ്ട് അയൽക്കാരനെ പരിധി വയ്ക്കണ്ട എന്നാണ് ഈശോ ഇവിടെ പറയുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ഉൽപ്പത്തി പുസ്തകത്തിലെ അവസാന താളുകളിലേക്ക് വരുമ്പോൾ അവിടെ പൂർവ്വയൗസേപ്പ് എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടുന്നില്ലേ? തൻ്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടിട്ട് ചിലരെ കൊല്ലാൻ വേണ്ടി പോലും നോക്കിയ ആ മനുഷ്യൻ അവസാനം ഈജിപ്തിൻ്റെ അധിപനാകുന്ന സമയത്ത് തൻ്റെ സഹോദരങ്ങളോട് പറയുന്ന ഒരു മറുപടിയില്ലേ? കണ്ണീരിൽ ചാലിച്ച ഒരു മറുപടി, ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത് നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട്. അപ്പോൾ അവർ വാവിട്ട് നിലവിളിക്കുകയാണ്. ശത്രുവെന്ന് കരുതിയ തങ്ങളുടെ അനുജൻ അവസാനം ഇത് അയൽക്കാരനായിട്ട് മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഉപമയിൽ നമ്മൾ കാണുന്നത് ഇതാണ്. ഈ സമരിയാക്കാരൻ, ഈ അക്രമത്തിൽപ്പെട്ട ആൾ യാത്ര ചെയ്യുന്നത് ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കാണ്. അത് വളഞ്ഞു പൊളഞ്ഞുള്ള ഒരു വഴിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ നിന്ന് താഴേക്കുള്ള ഒരു വഴിയാണത്. അത് വലിയൊരു വാണിജ്യ പാത കൂടിയായിരുന്നു. പക്ഷേ ഈ വാണിജ്യ പാതയായതുകൊണ്ട് ഈ വളവുകളിൽ കൊള്ളക്കാർ മറഞ്ഞിരുന്നു. ഈ സാധനങ്ങൾ ഒറ്റപ്പെട്ടു വരുന്നവരെ ആക്രമിച്ചിട്ട് സാധനങ്ങൾ അപഹരിക്കാൻ വേണ്ടി കൊള്ളക്കാർ മറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വഴിയിലൂടെയാണ് ഈ നല്ല സമരിയാക്കാരൻ വരുന്നത്. ആദ്യമേ ജെറീക്കോ എന്ന് പറയുന്ന പട്ടണം പുരോഹിതരുടെ നഗരം കൂടിയാണ്. അപ്പോൾ ഈ ആദ്യം വരുന്നത് ഒരു പുരോഹിതനാണ്. പുരോഹിതൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ആക്രമിക്കപ്പെട്ട ആൾ വിശ്വസിച്ചിരുന്നിരിക്കാം, ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് രക്ഷ നൽകാൻ പറ്റുന്ന ആളാരാണ്. അതുകൊണ്ട് പ്രത്യാശയോടെ അയാൾ ഈ പുരോഹിതന്റെ നേർക്ക് അവശനായി കണ്ണുയർത്തിയിരുന്നിരിക്കാം. പിന്നീട് ദേവാലയനും വരുന്നു. പക്ഷേ ഈശോ പറയുന്നു മറുവശത്തുകൂടെ അവർ കടന്നുപോയി. പ്രധാനപ്പെട്ടത് പ്രായോഗികമായ കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ കൂടെ പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ദേവാലയം വഹിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത്. നമ്മൾ വിശുദ്ധ കുർബാനയെ പങ്കെടുത്തു, നമ്മൾ കൂദാശകൾ സ്വീകരിച്ചു, അതോടുകൂടി അവസാനിപ്പിക്കപ്പെടേണ്ടതല്ല നമ്മുടെ ജീവിതം എന്നുള്ളതാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൂടെ നമ്മുടെ കൂദാശകളുടെ അനുരണനം ഉണ്ടാകണം, അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാകണം. ദേവാലയം നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത്. ആ ദേവാലയം നമ്മൾ കുർബാന കണ്ടിട്ട്, കൂദാശ കണ്ടിട്ട്, അത് കൂദാശ സ്വീകരിച്ചിട്ട് കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ അതിൻ്റെ തുടർച്ചയുണ്ടാകണം. അതാണ് ഇവിടെ ഈശോ ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്ന കാര്യം. പക്ഷെ അവർക്ക് അതുണ്ടായില്ല, അവർ മറുവശത്ത് കൂടെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോ ഈ ഉപമയിലൂടെ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ ക്രൈസ്തവ സഭയുടെ വിശിഷ്ടമായ ആ പാരമ്പര്യത്തിൻ്റെ ചരിത്രം കൂടി ഓർക്കുന്നുണ്ട്. മുറിവേറ്റവരെ, അനാഥരായവരെ ഒക്കെ ശുശ്രൂഷിച്ച് ചേർത്ത് നിർത്തിയ, സമൂഹത്തിലേക്ക് പള്ളിയെ ഇറക്കിക്കൊണ്ടുവന്ന, ദേവാലയത്തെ ഇറക്കിക്കൊണ്ട്, സുവിശേഷത്തെ ഇറക്കിക്കൊണ്ടുവന്ന ആ മഹനീയ മാതൃക. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. കേരളത്തിൽ കഴിഞ്ഞ 200 വർഷം എടുത്താൽ കേരളത്തിൽ ക്രൈസ്തവ സഭയുടെ സേവനം ലഭിക്കാത്ത ഏതെങ്കിലും ഒരു കുടുംബം, ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ടതാകട്ടെ, ക്രൈസ്തവ സഭയുടെ സേവനം കിട്ടാത്ത ഒരു കുടുംബമെങ്കിലും ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാകില്ല. ഞാൻ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, മിഷണറിമാരുടെ കേരളം എന്ന് പറയുന്ന ആ പുസ്തകമൊക്കെ മോഹൻദാസ് വള്ളിക്കാവിൻ്റെ. അപ്പോൾ ആ തരത്തിൽ ക്രൈസ്തവ സഭയുടെ സേവനം ഇതാണ്, മുറിവേറ്റവരെയും അനാഥരെയും ഒക്കെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. ഇവിടെ ഈശോ നിയമത്തെ മുൾമുനയിൽ നിർത്തുന്നുണ്ട്, നിയമത്തെ ഈശോ വിചാരണ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, എന്തെഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അനുസരിച്ച് പോയവരാണ് ഇവരെല്ലാം, ലേവായനും ഈ പുരോഹിതനും. കാരണം ബലിയർപ്പിക്കാൻ പോകുമ്പോൾ അശുദ്ധരാകാൻ പാടില്ല. ഒരുപക്ഷെ മരിച്ചു കിടക്കുന്ന ഒരാളാണെങ്കിൽ ഈ മൃതശരീരത്തെ തൊടാൻ പാടില്ല. നല്ല സമരിയാക്കാരനും ഈ പഞ്ചഗ്രന്ഥിയിൽ വിശ്വസിച്ചിരുന്നയാളാണ്. അയാൾക്കും ഇതറിയാം. മൃതശരീരത്തെ, നല്ല കാര്യത്തിന് പോകുമ്പോൾ മൃതശരീരത്തെ തൊട്ട് അശുദ്ധമാകാൻ പാടില്ല. പക്ഷെ അയാൾ നിയമത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ അപ്പുറം വായിച്ചയാളാണ്. നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക, നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്.
ആ ഒരു പ്രാധാന്യം മനസ്സിൽ ഏറ്റെടുത്തുകൊണ്ടാണ് നിയമത്തെ ശരിയായി വായിച്ചയാളാണ് ഈ നല്ല സമരിയാക്കാരൻ. നമ്മൾ ഓർക്കുക, ഇവിടെ ഈശോ ഈ മുറിവേറ്റ ആൾക്കും നല്ല സമരിയാക്കാരനും പേരിടുന്നില്ല. മുറിവേറ്റ ആൾ ആരുമാകാം, നല്ല സമരിയാക്കാരൻ ആരുമാകാം. നമ്മുടെ ജീവിതത്തിൽ ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മളും എത്തിച്ചേരാം. യഥാർത്ഥത്തിൽ മുറിവേറ്റവനെ ശുശ്രൂഷിക്കുന്ന നല്ല സമരിയാക്കാരൻ ഈശോ തന്നെയാണ്. ഈശോ പറയുന്നുള്ളൂ, വീണ്ടും വരുമ്പോൾ ഞാൻ തിരിച്ചു വന്ന് തരാമെന്ന് പറയുമ്പോൾ അതിന് യുഗാന്തോന്മുഖമായ ഒരു മാനം കൂടിയുണ്ട്. ഈശോയുടെ രണ്ടാം വരവിനെ സൂചിപ്പിക്കുന്ന ദൈവശാസ്ത്രപരമായ മാനങ്ങൾ കൂടെ ഈ ഉപമയിലുണ്ട് എന്ന് ഓർക്കുക. നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ പ്രായോഗികതയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്ന ആളാണോ? മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ വേണ്ടി എനിക്ക് സമയം ചിലവഴിക്കാനാകുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: മുറിവേറ്റവരും അനാഥരായവരും നിസ്സഹായരായവരും ആരൊക്കെയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇവിടെ സ്വന്തം ഗണത്തിൽപ്പെട്ട ആളാണ് മുറിവേറ്റ് കിടക്കുന്നതെന്ന് ഈ പുരോഹിതനും ലേവായനും മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ നല്ല സമരിയാക്കാരൻ ഇതെൻ്റെ സഹോദരനാണ് എന്ന രീതിയിൽ തിരിച്ചറിയാണ്. ഞാൻ ഓർക്കുന്നത് കുറെ കാലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഒരു സൈക്കിളിൽ ഇങ്ങനെ പോയ ഒരു പയ്യൻ മറിഞ്ഞു വീണു. അവനെ മറിഞ്ഞു വീണ് കിടക്കുമ്പോൾ അവന് ചുറ്റും കുറെ ആൾക്കാർ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ സ്വന്തം അപ്പൻ തന്നെ വരികയാണ്. പക്ഷെ അപ്പൻ വിചാരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ എൻ്റെ സമയം പോവും, അതുകൊണ്ട് അപ്പൻ സൈഡിൽ കൂടെ പോവുകയാണ്. ഇത് നടന്ന സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ കൈകൊട്ടി വിളിക്കുകയാണ്, എടോ തൻ്റെ മകനാണ് ഇവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഞാൻ ഈ തൊട്ടു മുമ്പ് കണ്ട ഒരു വീഡിയോ തൊട്ടു മുമ്പ് കണ്ടത് ഇങ്ങനെയാണ്. ഒരു സൈക്കിള് വിൽക്കാൻ വേണ്ടി ഇങ്ങനെ OLXൽ പരസ്യമിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ട് ഒരമ്മയും മകനും കൂടെ വരികയാണ്. ഒരു വലിയ വീട്ടിലാണ്. അവിടെ വന്നു കഴിഞ്ഞ് സൈക്കിളിൻ്റെ വില ചോദിക്കുമ്പോഴത്തേനും പറയുന്നു 2500. ഇവരുടെ കയ്യിൽ 1500 രൂപയുള്ളൂ. അവർ പറയുന്നു OLXൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ചാറ്റിലുണ്ടായിരുന്നല്ലോ, കുറച്ച് തരാമെന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ അവിടെ വന്നിരിക്കുന്നത് ആ വീട്ടിലെ ഒരു മകളാണ്. ആ മകൾ പറയുന്നു 2500 രൂപയ്ക്കല്ലാതെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടും. അവരെ ഇറങ്ങുന്ന സമയത്ത് ഈ വീടിൻ്റെ ഉടമസ്ഥൻ വരികയാണ്. ഉടമസ്ഥൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് വന്നത്? അപ്പോൾ അവർ പറയുന്നു, സൈക്കിളിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ വാങ്ങിക്കാതെ പോകുന്നത്? അപ്പോൾ പറഞ്ഞു 1500 രൂപയേ ഉള്ളൂ. അപ്പോൾ അയാൾ കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്, എന്തിനാണ് ഈ സൈക്കിൾ? അപ്പോൾ അവർ നിന്ന് പരുമിയാണ്, സ്കൂളിൽ പോകാനാണോ? അപ്പോൾ പറയുന്നില്ല, ഈ കുഞ്ഞിന് പത്രം ഇടാൻ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ ജോലിയിലേക്ക് പോകേണ്ടി വരുന്നത്? അപ്പോഴാണ് അപ്പൻ മരിച്ചുപോയി എന്നുള്ളത് മനസ്സിലാക്കുന്നത്, ഒരു പാവപ്പെട്ട കുടുംബമാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ഈ 1500 രൂപ വാങ്ങിയതിന് ശേഷം സൈക്കിൾ കൊടുക്കുകയാണ്. പിന്നെ അറിയുന്നു ഇവന് മഴക്കോട്ടില്ല, ഇവന് ഒരു കുട ഇല്ല, അമ്മയുടെ കുടയിലാണ് പോകുന്നത്. അവസാനം ഈ 1500 രൂപ തന്നെ തിരിച്ചു കൊടുത്തിട്ട് മഴക്കോട്ട് വാങ്ങാനും ഈ സൈക്കിള് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനും. അപ്പോൾ ഈ പെൺകുട്ടി ഇറങ്ങി വരികയാണ്. പെൺകുട്ടി ചോദിക്കുന്നു, അപ്പോൾ ആ സൈക്കിള് അവരുടെ 1500 രൂപയേ ഉള്ളൂ. അപ്പോൾ ഈ അപ്പൻ പറയാണ്, അവർ ഗൂഗിൾ പേ ബാക്കി ചെയ്ത് മോളെ എന്ന് പറഞ്ഞ് കൊടുത്തുകൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരെ അവരുടെ സങ്കടങ്ങളെ തിരിച്ചറിയാൻ പാകത്തിന് നമ്മൾ ഇടപെടുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് നമുക്ക് നല്ല സമരിയാക്കാരാകാൻ പറ്റിയിട്ടുണ്ടോ? ഞാനൊരു സംഭവം ഓർക്കുന്നത്, ഇതുപോലെ ഒരിക്കൽ ഇങ്ങനെയൊരു സംഭവം വരുന്നു. ഒരു അർത്തുങ്കലിലെ ഒരു CI ആണ്. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത്, സത്യസന്ധമായിട്ട് പറയട്ടെ, വണ്ടി ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നു, അപ്പുറത്തെ സൈഡിലാണ് ബൈക്ക് ആക്സിഡൻറ്റിൽ ഈ മനുഷ്യൻ കിടക്കുന്നത്. പക്ഷെ അത് ആരാണെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് സത്യസന്ധമായിട്ട് പറയട്ടെ, ഈ തിരുവചന ഭാഗം എൻ്റെ ശിരസിൽ വന്ന് നിറഞ്ഞു നിന്നു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു, അവൻ മറുവശത്തു കൂടെ കടന്നുപോയി എന്നുള്ളത് എൻ്റെ മനസ്സിൽ വന്നു, എൻ്റെ തലയിൽ അത് നിറഞ്ഞു നിന്നു. ഞാനപ്പോൾ വണ്ടി റിവേഴ്സ് എടുക്കേണ്ടി വന്നു. അപ്പോൾ എന്നിട്ട് ആ വണ്ടിയിൽ കൊണ്ടുവന്ന് ഈ മനുഷ്യനെ പിന്നീടാണ് അർത്തുങ്കലിലെ CI സുരേഷ് എന്നാണ്. പിന്നെ പത്രങ്ങൾ പലരും അങ്ങനെ ഫോട്ടോ സഹിതം ചില പത്രങ്ങൾ ഇട്ടു. അപകടത്തിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് വൈദികൻ രക്ഷകനായി. അതോടെ അത്രയും മനസ്സ് നിറഞ്ഞ ഒരു സംഭവം വേറെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നീട് ഞാനും അപകടത്തിൽപ്പെട്ടു. ഒരു 30 അടി താഴ്ചയിലേക്ക് വീഴാൻ തടന്ന സമയത്ത് വേറെ 2 പേരാണ് എന്നെ രക്ഷിച്ചു വന്നത്. ഇല്ലെങ്കിൽ അവിടെ രക്തം വാർന്ന് കിടന്ന് മരിച്ചു പോയാൽ ആരും കാണാനില്ലായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഇതുപോലുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടാകുന്നു. അപ്പോൾ ഈ അവസരങ്ങളാണ്
നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നത്. ഡാർട്ടു യൂണിവേഴ്സിറ്റി, ടാൻസാനിയയിലെ ഡാർട്ടു യൂണിവേഴ്സിറ്റി കഴിഞ്ഞിടയ്ക്ക് ഒരു പഠനം നടത്തി. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആളുകൾ ആരാണ്? അവർ കണ്ടെത്തിയ എന്താണ്? നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആളുകൾ തങ്ങളുടെ സേവനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് സംതൃപ്തി ലഭിക്കുന്നു എന്നറിയുന്നവരാണ്. അവരാദ്യം കൊണ്ടുവന്ന് നിർത്തുന്നത് 60,000 പേരിൽ ഈ പഠനം നടത്തിയിട്ട് അവർ പറയുന്നു പുരോഹിതന്മാരാണ് ഏറ്റവും സന്തോഷമുള്ളവരെന്നാണ്. പിന്നീട് ഡോക്ടർമാരാണ്, നേഴ്സുമാരാണ്. അപ്പോൾ ഇങ്ങനെ ആതുര രംഗത്ത് ഉള്ളവർ, സാമൂഹിക സേവനം നടത്തുന്നവർ, എഴുത്തുകാർ, ഇവരൊക്കെയാണ് ഏറ്റവും സംതൃപ്തി അനുഭവിക്കുന്നവരെന്ന് ഈ പഠനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സുവിശേഷ ഭാഗം വലിയ പാഠമായിരിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.